നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. അപ്പോൾ നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ച് കഴിഞ്ഞാലേ മിഥുനക്കൂർ നക്ഷത്രങ്ങൾ. അപ്പം മിഥുനക്കൂർ നക്ഷത്രം ഭരണി അല്ല മകേര്യം തിരുവാതിര പിറന്ന നാളുകാരാണ് മിഥുനക്കൂറിൽ പിറന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ അവരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ച പറയാൻ പോകുന്നത്. മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് പൊതുവേ 2 മാസക്കാലക്കായിട്ട് വിഷമസന്ധികളായിരുന്നു. ധനത്തിന് ക്ലേശങ്ങൾ, മാനസിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ കർമ്മരംഗത്ത് ജോലി രംഗത്ത് ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, രോഗാവസ്ഥകൾ, അങ്ങനെയുള്ളൊരു അവസ്ഥയിരുന്ന് മിഥുനക്കൂർ നക്ഷത്രക്കാർക്ക് മകീരം തിരുവാതിര പിറന്ന നാളുകാർക്ക് ആ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുംഭമാസം പറഞ്ഞപ്പോൾ ഒരു വ്യത്യാസമായി. കുംഭമാസം പിറന്നു കഴിഞ്ഞപ്പോൾ ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ മോചനമായി. അതായത് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്ന് മോചനമായി, മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനമായി, അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ടിൽ നിന്ന് മോചനമായി. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ ആയി തുടങ്ങി ഈ നാളുകാർക്കേ. അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയായി, ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറി തുടങ്ങും. കർമ്മരംഗ ജോലി രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും. അലോഹ്യങ്ങൾ കൂടപ്പിറപ്പുകളായിട്ട് അതുകൊണ്ട് തന്നെ ഭാര്യയായിട്ടൊക്കെ അലോഹ്യങ്ങളുള്ള സന്ദർഭങ്ങളൊക്കെ ഇരുന്ന് അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വന്നു തുടങ്ങി. അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നക്ഷത്രക്കാർ. ഭാര്യക്ക് അഹിതമായിട്ടുള്ള രോഗാവസ്ഥകൾ, ബുദ്ധിമുട്ടുകൾ, മാനസിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു ഈ നാളുകാരുടെ ഭാര്യമാർക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ മോചിതരായി വരികയായി. അതുപോലെ തന്നെ ഇവർക്കാണെങ്കിലും സാമ്പത്തിക ക്ലേശങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടി. ജോലി രംഗത്ത് അല്പം കൂടി ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനമായി, അഭിവൃദ്ധിയായി, സ്ഥാനക്കയറ്റുണ്ടാവാം. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കും. വിവാഹാദി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വേഗം നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. പിന്നെ വാഹനങ്ങൾ മാറ്റാനും വാങ്ങിക്കാനൊക്കെ സാധിക്കും. അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയ ആശ്രയമാണ്, വലിയ സന്തോഷസ്ഥിതിയാണ്. കാരണം കുറച്ച് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നേ. കുറച്ച് കാലങ്ങളായിട്ട് മാനസികം, സാമ്പത്തിക, ശാരീരികമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു ഈ നാളുകാർക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനമായി. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ മോചനം കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കിട്ടുന്ന കാശൊന്നും ദൂർധടിച്ച് കളയാതെ ആ സ്വരുക്കൂട്ടി വെക്കേണ്ട സമയത്ത് സ്വരുക്കൂട്ടി വെക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണം. സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ സഹായിക്കാൻ പറ്റുന്നൊരു മനസ്സൊക്കെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇതൊക്കെ ഇരട്ടിയായിട്ടും ഗുണമായിട്ടൊക്കെ ബാധിക്കുള്ളൂ ഈ നല്ല സമയത്തുള്ള അവസ്ഥകളെ. അതെല്ലാം നല്ല സമയം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഭിന്നമായിട്ട് സ്വന്തം കാര്യം നോക്കി നമ്മളുടെ കുറേ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ഒരു ദുർനിമിത്തങ്ങൾ വരാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്പം എന്താണെങ്കിലും മകേരം തിരുവാതിര പിറന്ന ആളുകാർക്ക് കുടുംബത്തിൽ സ്വസ്ഥത, ജോലി രംഗത്ത് സ്വസ്ഥത, അതുകൊണ്ട് തന്നെ ഭാഗ്യസ്ഥിതികൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ്. അവർക്ക് ഉദരരോഗങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളായിരുന്നേ. അതിൽ നിന്ന് മോചനമായി. ഒരു ഭയവും വേണ്ട. ഈ നാളുകാരുടെ ഉദര സംബന്ധമായിട്ടുള്ള അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ മോചനം കിട്ടും. നല്ലൊരു ശമനം ഉണ്ടാവും, നല്ലൊരു മാറ്റം ഉണ്ടാവും രോഗസ്ഥിതി എന്നൊക്കെ. അങ്ങനത്തെ സമയമാണ്. പിന്നെ പറയണമെങ്കിൽ കുടുംബത്തിലെ ലോഹ്യങ്ങളായിരുന്നു ഈ നാളുകാർക്കേ. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളായിട്ടും കൂടപ്പിറപ്പുകളായിട്ടും ഭാര്യമാരൊക്കെ ആയിട്ടൊക്കെ ലോഹ്യങ്ങളുള്ള ഒരു സമയമാണ് കടന്നു പോയത്. അപ്പം അതിൽ നിന്നൊരു മോചനത്തിന് ഉള്ള സന്ദർഭവും സമയമൊക്കെ ആയി. പിന്നെ പോലീസ് കേസുകൾ വരുന്ന സമയമായിരുന്നു. പഴയ കേസുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലീസ് കേസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അല്പം കൂടി കഠിനമായിട്ടും ബുദ്ധിമുട്ടായിട്ടൊക്കെ ബാധിക്കുന്ന ഒരു സമയമായിരുന്നു. പോലീസ് കേസുകൾ വരാം, കോടതി മുഖേനുള്ള കാര്യങ്ങൾ വരാം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് അത് ദോഷമായിട്ട് ബാധിച്ച് അത് പോലീസ് കേസ് കാര്യങ്ങളാകാം. അങ്ങനെയൊക്കെയുള്ള സമയമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസമായി. അതൊരു സന്തോഷാനുഭവം. പിന്നെ പഴയ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ രീതിയിൽ പല ബന്ധുമിത്രാദികളായിട്ടാ സുഹൃത്ത് വലയങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടാനും നമുക്കെന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങോട്ട് ലഭിക്കാനുണ്ടെങ്കിൽ ഇതൊക്കെ ലഭിക്കാനുള്ള ഒരവസ്ഥയും കൂടി ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സമയം കൂടിയാണിത്. പിന്നെ പറയുകയാണെങ്കിൽ
നമ്മളുടെ കയ്യിൽ നിന്ന് ചില സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. ധനമായിട്ട് ബന്ധപ്പെട്ടേ വല്ല മൊബൈൽ ഫോണുകളാ, അല്ലെങ്കിൽ വല്ല ആഭരണങ്ങളാ, അല്ലെങ്കിൽ വല്ലതിൻ്റെ വേണ്ടപ്പെട്ടതിൻ്റെ വല്ല താക്കോല്, അങ്ങനെയുള്ള എന്തെങ്കിലും സാമഗ്രികൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ സമയമാണിത്. നമ്മളുടെ എന്തെങ്കിലും സ്വത്ത് വകകളായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും സാമഗ്രികൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു സമയം കൂടിയാണത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാൻ നല്ലതാണ്. അതൊന്നും നമുക്ക് ദോഷമായിട്ടൊന്നും ബാധിക്കാതെയൊക്കെ നഷ്ടപ്പെട്ടു പോവാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴിയൊക്കെ എന്തെങ്കിലും നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മളെ ദ്രോഹിക്കുക എന്നുള്ളതല്ല, അതിലുപരി എന്തെങ്കിലും നഷ്ടങ്ങൾ വരാനുള്ള ഒരു സമയമാണത്. അവരെന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മളായിട്ട് പറഞ്ഞു വരും. ദൈവത്തിൻ്റെ ഒരു അഹിതം പോലെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ അവരുടെ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾക്ക് ചിലപ്പോൾ അത് തിരിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അലോഹ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അല്പമൊക്കെ സഹായിക്കുക, കൈവിട്ടൊന്നും സഹായിക്കാതെ അതേ മുന്നോട്ട് പോകണേണ് അല്പം കൂടി ഉചിതം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് ഗുണാനുഭവങ്ങളും ചില കാര്യങ്ങളിൽ വിഷമസന്ധികളും ദോഷാനുഭവങ്ങളൊക്കെ ഉള്ളൊരു സമയത്തിലേക്കാണ് മിഥുനക്കാരുടെ നക്ഷത്രങ്ങൾ മാറിയിരിക്കുന്നത്. ഭൂരിഭാഗവും നല്ല കാര്യങ്ങളാണ്. ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവും, കുടുംബ സന്തോഷാവസ്ഥയുണ്ടാവും, ധനകാര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ശമിക്കും, വിവാഹാദി കാര്യങ്ങൾ നോക്കി നടക്കാനുള്ള അവസ്ഥയിലേക്ക് മാറും, ദാമ്പത്യ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറും, ധനമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ശമനങ്ങൾ വരും, സംരംഭം തുടങ്ങാൻ സാധിക്കും, സംരംഭമുള്ള ആൾക്കാർക്ക് അത് വിജയിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് നേരത്തേക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും പണം പറ്റിച്ച് അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഇടപെട്ടൊക്കെ നമുക്ക് നാളനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചിട്ടാണ് സമയമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും കുറച്ച് ഗുണങ്ങളാണ് കൂടുതൽ, ദോഷങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനത്തെ ഒരു സമയമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോവുക. എല്ലാ വിജയവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളുടെ ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. എന്താണെങ്കിലും ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ശുഭദിനാശംസകൾ, എല്ലാ നന്മകളും നേരുന്നു.